കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു ഉത്തരവ് കുറച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഉത്തരവ് മറ്റൊന്നുമല്ല, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് വഴിയുള്ള ഈ പെൻഷൻ കൊടുപ്പിനെ ആണ് പിടിച്ചിരിക്കുന്നത്. നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകൾ, സെൻട്രൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാനറ ബാങ്ക് തുടങ്ങിയിട്ടുള്ള നാഷണലൈസ് ചെയ്തിട്ടുള്ള ബാങ്കുകൾ വഴി ആണ് പെൻഷൻ പോകേണ്ടത്, അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്. അല്ലാതെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വഴി പോകണ്ട, അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ വഴി പോകണ്ട എന്നുള്ള ഒരു ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നന്മയും തിന്മയൊക്കെ ഉണ്ടാവും. കാരണം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നല്ലൊരു ശതമാനവും, കേരളത്തിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നല്ലൊരു ശതമാനവും കണക്കാക്കുന്നതും കൈകാര്യം ചെയ്യുന്നതുമൊക്കെ ഇടതുപക്ഷമാണ്. അപ്പോൾ അത് പൊളിറ്റിക്കലായിട്ട് തന്നെ അതുകൊണ്ട് കൂടിയാണ് ഇടതുപക്ഷത്തെ അതിനൊക്കെ ഒന്ന് ശക്തിപ്പെടുത്തുന്നതിനും, മാത്രമല്ല അവിടെ ഒരു ജനങ്ങൾ വരുന്നതിനും, അങ്ങനെ വരുമ്പോൾ അവിടെ പൈസ ഇടിയിക്കുന്നതിനും, അങ്ങനെ ഒരു ഇടപെടലിലാണ് ഇടതുപക്ഷം അതിനെ കണ്ടത്. സ്വാഭാവികമായിട്ട് വലതുപക്ഷം അത് പറയുന്നു അത് പറ്റത്തില്ല, അതിൻ്റെ രാഷ്ട്രീയം കളിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നുള്ള നിലയിൽ വലതുപക്ഷവും നിലപാടെടുക്കുന്നു. അപ്പോൾ വലതുപക്ഷവും ഇടതുപക്ഷവും ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കേണ്ടത് വളരെ പ്രധാനമാണ്. പണ്ട് കാലത്ത് ഈ പെൻഷൻ പോസ്റ്റ്മാൻ കൊണ്ടു തരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അന്ന് ചെറിയ പൈസയാണ്, കുറച്ച് ആളുകൾക്കേ ഉള്ളൂ. അതുകൊണ്ട് പെൻഷൻ പോസ്റ്റ്മാൻ കൊണ്ടുതരാൻ പറ്റും, മണി ഓർഡർ പോലെ കൊണ്ടുതരാൻ പറ്റും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, പോസ്റ്റ്മാൻ പെൻഷൻ കൊണ്ടുവരുന്ന കാലം. അപ്പോൾ പോസ്റ്റ്മാൻ 10 രൂപ 50 രൂപ 10 രൂപ കൊടുക്കത്തില്ല, അന്ന് 50 രൂപ കൊടുക്കത്തില്ല, 5 രൂപ 10 രൂപയൊക്കെ പോസ്റ്റ്മാൻ കൊടുക്കുകയും പോസ്റ്റ്മാൻ പെൻഷൻ കൊണ്ടുതരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറിയാണ് ബാങ്കിലേക്ക് മാറിയത്. അപ്പോൾ ബാങ്കിലേക്ക് മാറിയപ്പോൾ ഇടതുപക്ഷ സർക്കാരാണിത് പബ്ലിക് ഈ സ്വകാര്യമല്ല സഹകരണ സംഘത്തിൻ്റെ ബാങ്കുകൾ വഴി കൂടി കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതിനൊരു ഇളവ് വരുത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ രണ്ട് കൂട്ടരോടും, LDF നേരത്തെ ഇറങ്ങിയ ഉത്തരവിനോടും സഹകരണ സംഘം വഴി കൊടുക്കാൻ ഇറക്കിയ ഉത്തരവിനോടും ഇപ്പോൾ അതുവഴി കൊടുക്കണ്ട എന്ന് പറയുന്ന ഉത്തരവിനോടുമുള്ള നമ്മളുടെ ടേക്ക് ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയമായി കാര്യങ്ങൾ വെച്ചുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിന് മൈലേജ് ഉണ്ടാക്കുന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുണപരമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കരുത്, ഒരു ഗവൺമെൻറ് തീരുമാനം എടുക്കരുത്. അങ്ങനെ എടുക്കുമ്പോഴാണ് ഒരു ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുന്നു, അടുത്ത ഗവൺമെൻറ് ആ തീരുമാനം മാറ്റുന്നു. ഇങ്ങനെ ഉരുട്ടി പോകേണ്ടി വരുന്നതിൻ്റെ ഒരു ഗതികേട് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അത് പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ ടേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായം. ഇതൊക്കെ അപൊളിറ്റിക്കലായിട്ട് പോകേണ്ട വിഷയങ്ങൾ. ആളുകൾ കാരണം പെൻഷൻ വാങ്ങുന്നതിൽ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, LDF ഉണ്ട്, CPI ഉണ്ട്, BJP ഉണ്ട്, എല്ലാവരും ഉണ്ട് പെൻഷൻ വാങ്ങുന്നതിൽ. അവർ ആ പെൻഷൻ കിട്ടുന്നത് ഒരു അവകാശവുമാണ് അവരുടെ. അപ്പോൾ അങ്ങനെ പെൻഷൻ കിട്ടുന്ന ഒരു അവകാശവുമായി നിൽക്കുന്ന ജനതയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ ഇത് കൊടുക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയം കളിക്കുകയും തൻ്റെ ബാങ്ക് വഴി, തൻ്റെ സംവിധാനങ്ങൾ വഴി, തനിക്കറിയാവുന്നുള്ളൊരു സൊസൈറ്റി വഴിയൊക്കെ പോകണം എന്ന് ആരും നിർബന്ധം പിടിക്കണ്ട. ഇത് ഏത് സംവിധാനത്തിലൂടെ പോകണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പുതിയ ട്രഷറിയിൽ നിന്നുള്ള ഡയറക്റ്റ് സംവിധാനത്തെക്കുറിച്ചും ചിന്തിക്കാവുന്നതാണ്. ഈ ബാങ്ക് അക്കൗണ്ട് പരിപാടികളെല്ലാം പോകാതെ ഡയറക്റ്റ് ട്രഷറിയിൽ നിന്ന് ആളുകളുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന നിലയിലും ഇതൊക്കെ ചിന്തിക്കാവുന്നതാണ്. ആ തരത്തിൽ ട്രഷറിയൊക്കെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ അപ്പോഴും ട്രഷറി അക്കൗണ്ട് ആളുകളെ കൊണ്ട് ഇതിനു വേണ്ടി ഒരു അക്കൗണ്ട് തുറപ്പിക്കുക. പക്ഷേ അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുഴുവൻ പേരെ കൊണ്ട് അക്കൗണ്ടിൻ്റെ ട്രഷറിയിലും തുറപ്പിക്കണം. അപ്പോൾ ആൾറെഡി ട്രഷറിയിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അവിടെ പോയി അക്കൗണ്ട് തുറക്കേണ്ടി വരും, അങ്ങനത്തെ പ്രശ്നം വരും. അപ്പോൾ അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ അവർക്ക് തുക ഈ ബാങ്ക് വഴി കൊടുക്കുമ്പോൾ അത് നാഷണലൈസ്ഡ് ബാങ്കിലേക്കാണ് ഇപ്പോൾ മാറുന്നത്. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് അത് മാറുകയാണ്. അത് വേറെ വലിയ വിവാദമാണ് സംസ്ഥാനത്ത് വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പക്ഷേ എന്തായാലും പെൻഷൻ ഒരു ടെൻഷനാക്കി മാറ്റരുത്. കാരണം കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം നാമമാത്രമായ തുകയാണ് കിട്ടുന്നത്. അത് വളരെ കൃത്യമായി കിട്ടിയില്ലെങ്കിൽ അവർക്ക് ടെൻഷനാകും. അസുഖങ്ങൾ, രോഗങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വയസ്സുകാലത്തൊക്കെ. അങ്ങനെ വയസ്സുകാലത്ത് പെൻഷൻ പറ്റിയ മീൻസ് സർക്കാർ പെൻഷനല്ല, അല്ലാതെ ജോലിയൊക്കെ ചെയ്ത് വയസ്സുകാലത്ത് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന നാമമാത്രമായ തുക കൂടി കിട്ടാതെ വരുമ്പോൾ അത് ടെൻഷനിലേക്ക് പോകുമ്പോൾ വലിയ വിവാദമാകും. അതുകൊണ്ട് വിവാദങ്ങൾ ഒഴിവാക്കി ഏറ്റവും ലളിതമായ മാർഗത്തിൽ എങ്ങനെയാണ് ആളുകൾക്ക് കയ്യിൽ പൈസ കിട്ടുക എന്നുള്ളതാണ്. ബാങ്കിൽ പോകുന്ന പൈസ പോലും ചെന്നെടുക്കാൻ പോലും പലർക്കും പറ്റാത്ത രീതിയിൽ അസുഖങ്ങളായി കിടപ്പ് രോഗികളായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട്. ബാങ്കിൽ പോകാൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ വരെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പാക്കേജ് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായൊരു പെൻഷൻ പാക്കേജ് ഗവൺമെൻറ് ആലോചിക്കണം. ആ പെൻഷൻ പാക്കേജിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങുന്നവരെയും അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ വാങ്ങുന്നവരെയും വ്യത്യസ്ത തലത്തിലുള്ള പെൻഷൻ വാങ്ങുന്നവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയിലേക്ക് വേണം കൃത്യമായി സർക്കാർ നീങ്ങാൻ. അല്ലെങ്കിൽ ഇത് വല്ലാത്ത ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ തന്നെ പങ്കാളിത്ത പെൻഷൻ എന്താകുമെന്നറിയില്ല, അത് അഷ്യൂർഡ് പെൻഷനിലേക്ക് മാറുമെന്ന് പറയുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പല കാര്യങ്ങളിലും ഇങ്ങനെ ഒരു അനിശ്ചിതത്വമുണ്ട്. അതൊക്കെ മാറും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കിതെല്ലാം കാത്തിരുന്ന് കൊടുക്കാം.